ഇന്ദു, അവിടെ ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഉള്ളത്? ഒപ്പം തന്നെ കട്ടിലൊക്കെ ഉണ്ടോ ആ വീട്ടിൽ നിലത്തായിരുന്നു ആ കുഞ്ഞ് കിടന്നിരുന്നത്? അക്ഷയ, ചിറയൻകീഴ് ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനെ വേഗം തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. തിരികെ കുഞ്ഞിനെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും വലിയൊരു നിലവിളി കേട്ട് നമ്മളതിങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. അമ്മ ഉള്ളിൽ ഉണ്ട്, കരച്ചിലാണ് ആള്. എൻ്റെ കുഞ്ഞിൻ്റെ അവസാന പിടച്ചിൽ എനിക്ക് ഓർമ്മയുണ്ട്, അതെൻ്റെ കൺമുന്നിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് അമ്മ. നമ്മൾ ഉള്ളിലേക്ക് കൃത്യമായി കടന്നില്ല, പക്ഷേ സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയും മോശമാണ്. മുറികളൊന്നും ഒരുപാടുള്ള ഒരിടമല്ല. അതുപോലെ തന്നെ സൗകര്യങ്ങളും വളരെ കുറവാണ്. കാരണം ഈ വീടിൻ്റെ ചുറ്റുപാടും കാണുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാൻ കഴിയുന്നുള്ളൂ. ഈ കാണുന്നതാണ് ഇവരുടെ അടുക്കള എന്ന് പറയുന്നത്. ഒട്ടും സുരക്ഷിതമല്ല, വളരെ സൗകര്യങ്ങൾ കുറവാണ്. ഏത് വഴി വേണമെങ്കിലും ഏത് ഇടജന്തുവിനും ഉള്ളിൽ കയറാൻ തക്ക പാകത്തിന്, അതിപ്പോൾ മുകളിൽ കൂടിയോ താഴെ കൂടിയോ എല്ലാം, കാരണം ഒട്ടും സുരക്ഷിതമല്ല. നല്ലൊരു കാറ്റടിച്ചാൽ പറന്നു പോകാൻ പാകത്തിന് മാത്രം കരുത്തുള്ള ഒരു വീടാണിതെന്ന് പറയാം. അലുമിനിയം ഫാബ്രിക്കേഷനാണ് ദിലീപിൻ്റെ ജോലി. ആള് നിലവിൽ വീട്ടിലില്ല, കുഞ്ഞിൻ്റെ അമ്മ മാത്രമാണുള്ളത്. അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമാണ്. അമ്മൂമ്മ, സഹോദരി മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇളയ കുഞ്ഞും ഈ വീടിനുള്ളിലുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം, നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചെറിയ ബോർഡുകൾ അടിച്ച് തിരിച്ചിട്ടുള്ള ഒരു മുറി മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. 1-2 മുറികൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ അടുത്ത ബന്ധുക്കളും തൊട്ടടുത്ത ആളുകളും മാത്രമാണുള്ളത്. എല്ലാവരും പെട്ടെന്ന് ഈ ഒരു സംഭവം അറിഞ്ഞതിൻ്റെ നെട്ടലിലാണ്. കാരണം അത്രയും ചെറിയൊരു കുഞ്ഞ്, ഇന്നലെ ഈ സമയമൊക്കെ ഈ മുറ്റത്തുകൂടി കളിച്ച് നടന്നിരുന്നൊരു കുഞ്ഞാണ് ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അതും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ. നമുക്കറിയാം, ഈ ഒരു കാലാവസ്ഥ പാമ്പിന് ഇറങ്ങാൻ കഴിയുന്ന കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിലധികം നിറയെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെയും ഈ ചുറ്റുപാടിൻ്റെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ അത് സംഭവിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം, ചെറിയ വെള്ളക്കെട്ടുകൾ അടക്കമുള്ള ചതുപ്പുകളാണ്, തെങ്ങിൻതോപ്പാണ്. നിറയെ ഇഴജന്തുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഏറെയാണ്. പുറത്തെ ഉള്ളിൽ ഈ സാധനങ്ങളൊന്നും നിറച്ചു വെക്കാൻ പോലും ഇടയില്ലാത്തൊരു വീടാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. അക്ഷയ, അതിദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പുകടിയേറ്റ് കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത തേടിയാണ് ആ വീട്ടിലേക്ക് ഇന്ദുലേഖയും ഞങ്ങളുടെ ക്യാമറ ടീമും കൂടെ മാതൃഭൂമി ന്യൂസ് സംഘം വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ ആ വീട്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ അതിസങ്കടകരമാണ്. ആ ഷീറ്റ് മറച്ചു കെട്ടിയിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഷീറ്റ് മറച്ചു കെട്ടിയിട്ടുള്ളൊരു വീടാണ്. തറ പോലും ആ വീടിനില്ല. ആ വീട്ടിന് അകത്ത് 6 മനുഷ്യന്മാർ കഴിയുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ ദീക്ഷയുടെ അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ മറ്റൊരു സഹോദരൻ, അതും കുഞ്ഞുകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ചമ്മയുണ്ട്, ദീക്ഷയുടെ അച്ചമ്മ, ഒപ്പം തന്നെ സഹോദരി. അങ്ങനെ 6 പേർ കഴിയുന്നുണ്ട്. വളരെ ചെറിയൊരു വീട്ടകമാണ്, ഒരു വീടാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഒപ്പം തന്നെ വീടിനകത്തു നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ വീടിനകവും മണ്ണാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മണ്ണും മണലും ഒക്കെ ചേർന്നാണ്. ഇഴജന്തുക്കൾക്ക് ഒക്കെ വളരെ പെട്ടെന്ന് കയറി പോകാൻ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത അകമാണ് കാണുന്നത്. ഇന്ദു, വിവരങ്ങളിലേക്ക്. ഇന്ദു, വീടിനകത്തല്ലേ ഉള്ളതല്ലേ? അക്ഷയ, ഇന്ന് കുഞ്ഞ് പക്ഷേ ഇതാണ് ആ മുറി. ഈ മുറിയിലാണ് ഇന്നലെ രാത്രി ദീക്ഷിത് ഉറങ്ങിയിരുന്നത്. ഇവിടെ തറയിലായിരുന്നു കുഞ്ഞ് കിടന്നിരുന്നത്. അവിടെ വെച്ചാണ് പാമ്പ് കടി ഏൽക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ കീഴ്ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ അറിയാം, ഇവിടെയൊക്കെ തുറന്ന സ്ഥലമാണ്. ഇതുവഴിയൊക്കെ ഇഴജന്തുക്കൾക്കുള്ളിലേക്ക് കടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കൊച്ചു ഇരുമ്പിൻ്റെ കട്ടിൽ ഈ മുറിക്കുള്ളിലുണ്ട്. ഒരു ഫാനും മറ്റൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കൊച്ചു മുറിയാണ്. ഇവിടെ വെച്ചാണ് ദീക്ഷിതിന് പാമ്പിൻ്റെ കടിയേൽക്കുന്നത്. മൂർഖൻ പാമ്പ് രാത്രിയിൽ കുഞ്ഞിനെ കടിക്കുകയായിരുന്നു. ഈ മുറിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. ചാണകം മെഴുകി അത് നശിച്ചുപോയ ഒരു തറയാണുള്ളത്. മണ്ണ് വീണ് കിടക്കുന്ന, ഒട്ടും തന്നെ സുരക്ഷിതത്വം ഇല്ലാത്ത ഈ മുറിയിലാണ് ഇന്നലെ 2 കുഞ്ഞുങ്ങളും അവരും കിടന്നിരുന്നത്. ഇവിടെ വെച്ചാണ് ദീക്ഷിതിൻ്റെ ജീവൻ നഷ്ടമാകത്തക്ക വിധത്തിൽ ആ പാമ്പ് ദീക്ഷിതിനെ കടിച്ചത്. അക്ഷയ, പാതിയിലധികം ഭാഗം മണ്ണും മാത്രമാണ്. കുറച്ചു ഭാഗം ചാണകം മെഴുകിയിട്ടുണ്ട്. ചാണകം മെഴുകിയ വീടുകൾ എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് തറയുണ്ടാകും. തറ പോലും ആ വീട്ടിനില്ല. ആ വീട്ടിൽ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. സർക്കാർ ഇവിടെ ലൈഫ് ഭവന പദ്ധതി വഴിയൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പദ്ധതികൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെതുമായിട്ടുണ്ട്. ഈ വീടൊക്കെ എന്തുകൊണ്ട് ആരുടെയും കണ്ണിൽ പെടുന്നില്ല?